നടാനായിട്ട് ഇതേപോലെ പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഹോളിട്ടുണ്ട്, 4 സൈഡിലും ഹോളിട്ടുണ്ട്. വെള്ളം കൂടുതലായാൽ ഇത് അവിഞ്ഞു പോവും, കിളിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളം പോകുന്ന പോട്ടായിരിക്കണം നമ്മൾ എടുക്കുന്നത് എപ്പോഴും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചകിരിച്ചോറും മണ്ണും നിറച്ച് സീഡ് ഇട്ട് വെച്ചിരുന്നാൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറവുള്ളപ്പോൾ മാത്രം ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കമ്പോസ്റ്റഡ് ചകിരിച്ചോറേ എടുക്കാവുള്ളൂ. എപ്പോഴും നമ്മൾ ചകിരിച്ചോറ് എടുക്കുമ്പോൾ കമ്പോസ്റ്റഡ് ആയിട്ടുള്ളത് മേടിക്കാൻ കിട്ടും, അതാണ് ബെറ്റർ. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ സീഡ് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കമ്പോസ്റ്റഡ് ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ കറയൊക്കെ പോയതാണ്. നമ്മൾ ഇല്ലെങ്കിൽ സാധാ ചകിരിച്ചോറാണെങ്കിൽ മേടിച്ച് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ. ഒരാഴ്ചയെങ്കിലും അത് വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ കറ കളയണം. ഒരു 3 തവണയെങ്കിലും വെള്ളം ഉപയോഗിച്ച് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാവുള്ളൂ. ഇതിപ്പോൾ കമ്പോസ്റ്റഡ് നമുക്ക് മേടിക്കാൻ കിട്ടും, അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചകിരിച്ചോറ് നമുക്ക് കൂടുതലും ചകിരിച്ചോറാണ് ബെറ്റർ. ചകിരിച്ചോറ് നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സീഡ് കുറേശ്ശെ ഇടാം. ഇത് വേണമെങ്കിൽ കളഞ്ഞിട്ട് ആ സീഡ് മാത്രം നട്ടാലും മതി. അപ്പോൾ ഇതിലെല്ലാം കിളിച്ച് കിട്ടണമെന്നില്ല, എങ്കിലും ഭൂരിഭാഗം കിളിച്ച് കിട്ടും. ചില സീഡ്സൊക്കെ വലിയ കിളിക്കുന്ന ടൈപ്പ് അല്ല. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് നമ്മൾ വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. നനച്ച് എവിടെയെങ്കിലും മഴവെള്ളവും അതേപോലെ നമ്മൾ ഷെയ്ഡിൽ എവിടെയെങ്കിലുമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷെയ്ഡിലാണ്, ഇവിടെ എല്ലാം ചെടിയൊക്കെ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ഒക്കെ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ നമ്മൾ. അപ്പോൾ ഓക്കെ, വീഡിയോ കാണാം. അപ്പോൾ